ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ നാടകീയ നീക്കങ്ങൾ അവിടെ തുടങ്ങി കഴിഞ്ഞു. നാടകീയ നീക്കങ്ങൾ അവിടെ ഹങ്ങാകും. വോട്ടെണ്ണുന്നതിന് മുന്നേ തുടങ്ങിയോ? അവിടെ തുടങ്ങി. ഇപ്പൊ വണ്ടികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. രാധാകൃഷ്ണനോട് പറഞ്ഞു ഇവരെന്താ നേരത്തെ പറഞ്ഞാൽ ചോദിച്ചാൽ അങ്ങനെ മഹാരാഷ്ട്ര എന്താ ചോദിച്ചപ്പോളേ ഞങ്ങൾ ഭരിക്കും, കുറച്ച് ആൾക്കാരെ കൂട്ടി ഭരിക്കുന്നു, അത് തീരുമാനിച്ചു വെച്ചേക്കാണ്. രാധാകൃഷ്ണൻ നമുക്കിപ്പം ചെല്ലുന്നു. രാധാകൃഷ്ണൻ, മഹാരാഷ്ട്രയിൽ നാടകീയ സംഭവ വികാസങ്ങളാണല്ലോ. എന്താണ് ഇപ്പോൾ? വണ്ടികളൊക്കെ റെഡിയാണോ? റിസോർട്ടുകളൊക്കെ റെഡിയാണോ? വണ്ടികൾ റെഡിയാണ്, റിസോർട്ട് റെഡിയാണ്. ഇന്നലെ മുതൽ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും രണ്ട് മുന്നണികളും മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ അല്ലെങ്കിൽ ഫല സൂചന ലഭിച്ചു തുടങ്ങുന്നതിന്റെ ആദ്യ സമയങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് അവർ കടക്കും. ഇതിന് മുന്നോടിയായിട്ടാണ് ഈ മത്സരിച്ച സ്ഥാനാർത്ഥികളോട് മുംബൈയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളാനായിട്ട് എല്ലാ പാർട്ടികളും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുംബൈയിൽ എത്തിക്കുക എന്നുള്ളത് ഇവിടെ എത്തിയാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് വിജയിച്ച് കഴിയുന്ന സ്ഥാനാർത്ഥികളെ മാറ്റാനും വിലപേശൽ ഈ സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പിന്നീട് വിലപേശൽ, കൂറുമാറ്റം ഇവയൊന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒന്നാണ്. രാവിലെ എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നു വരികയാണ്. ഞാൻ മുംബൈയിലെ കൊളാബയിലുള്ള ഈ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിന് മുന്നിലാണ് ഉള്ളത്. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതിനകം തന്നെ ഈ വോട്ട് എണ്ണാനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണുന്ന വിധത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ നാടകീയ സംഭവ വികാസങ്ങളുടെ തുടർച്ച എന്ന രീതിയിൽ വലിയ സംഘർഷങ്ങളും പല മേഖലകളിലും ഉണ്ടാകും. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച അതിൽ ഈ വർഗീയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇരു ഭാഗത്തുനിന്നെയും ചില പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തുടർന്ന് ഇപ്പോൾ ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ അതിന് ശേഷമുണ്ടാകുന്ന വിജയാഹ്ലാദ പ്രകടനവും ഒക്കെ വളരെ വലിയ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം ഒരുപക്ഷെ, അല്ലേ? ഈ പ്രാവശ്യം മഹാരാഷ്ട്ര അവസാന നിമിഷം വരെ വളരെ കൗതുകരായിരിക്കും. അതെ, പാലക്കാട് പോലെ തന്നെയായിരിക്കും. അത് ചേലക്കര അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചേലക്കരയാകും, ഉറപ്പാണ്.